ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ബൈബിളിൽ വളരെ ധീരയായ ഒരു ഭരണാധികാരിയായിരുന്ന രാജ്ഞിയെക്കുറിച്ചാണ് നാം ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പേർഷ്യ ഭരിച്ചിരുന്ന അഹശ്വേരോശ് രാജാവ് തൻ്റെ പുതിയ രാജ്ഞിയായി എസ്തേർ എന്ന മനോഹരമായ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു. എസ്തേർ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. എന്നാൽ തൻ്റെ അമ്മാവനായ മൊർദെഖായിയുടെ ഉപദേശപ്രകാരം അവൾ തൻ്റെ വംശം കൊട്ടാരത്തിൽ ആരോടും വെളിപ്പെടുത്തിയിരുന്നില്ല. ഈ സമയത്താണ് രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഹാമാൻ എന്ന ക്രൂരൻ കൊട്ടാരത്തിൽ അധികാരം പിടിച്ചെടുക്കുന്നത്. മൊർദെഖായി തനിക്ക് മുന്നിൽ തലകുലിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ സാമ്രാജ്യത്തിലുള്ള മുഴുവൻ യഹൂദന്മാരെയും ഒരേ ദിവസം കൊന്നെടുക്കുവാൻ ഹാമാൻ ഒരു കുതന്ത്രം മെനഞ്ഞു. അതിനായി അവൻ രാജാവിൻ്റെ അനുവാദത്തോടെ ഒരു വിളംബരവും പുറപ്പെടുവിച്ചു. തൻ്റെ ജനം നേരിടാൻ പോകുന്ന വലിയ കൂട്ടക്കൊലയെക്കുറിച്ചറിഞ്ഞ മൊർദെഖായി അതീവ ദുഃഖിതനായി. അവൻ കൊട്ടാരത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. എസ്തേറിനോട് പറഞ്ഞു, നീ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നമ്മുടെ ജനത്തിന് വേണ്ടി അപേക്ഷിക്കണം. നീ ഈ പദവിയിലെത്തിയത് ഒരുപക്ഷെ ഈ സമയത്ത് നിൻ്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം. എന്നാൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പേർഷ്യ നിയമപ്രകാരം രാജാവ് ആവശ്യപ്പെടാതെ ആരെങ്കിലും രാജാവിൻ്റെ മുൻപിൽ ചെന്നാൽ, രാജസന്നിധിയിൽ ചെന്നാൽ അവരുടെ മരണം ഉറപ്പാണ്. രാജാവ് തൻ്റെ സ്വർണ്ണച്ചെങ്കോൽ നീട്ടിയാൽ മാത്രമേ ആ വ്യക്തിക്ക് ജീവൻ തിരിച്ചു കിട്ടുകയുള്ളൂ. എസ്തേർ ഭയന്ന് പിന്മാറിയില്ല. അവൾ യഹൂദജനത്തോട് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. അവളും തോഴിമാരും ഉപവസിച്ചു. ഒടുവിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അവൾ ആ ധീരമായ തീരുമാനമെടുത്തു. അവൾ പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. 3-ാം ദിവസം രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് എസ്തേർ രാജാവിൻ്റെ അന്തഃപുരത്തിൽ മുറ്റത്തിയെന്നു നിന്നു. എസ്തേർ കൊട്ടാരത്തിൽ പെട്ടെന്ന് എസ്തേറിനെ കണ്ട രാജാവ് അത്ഭുതപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപയാൽ രാജാവിന് അവളോട് ദയ തോന്നി. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണച്ചെങ്കോൽ അവളുടെ നേരെ നീട്ടി. അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് തന്ത്രപൂർവ്വം എസ്തേർ രാജാവിനായി വിരുന്നുകൾ ഒരുക്കുകയും വിരുന്നിനിടയിൽ ഹാമാൻ്റെ ക്രൂരമായ പദ്ധതി രാജാവിന് മുമ്പിൽ തുറന്നു കാട്ടുകയും ചെയ്തു. താൻ ജീവനതുലും സ്നേഹിക്കുന്ന രാജ്ഞിയുടെ ജനത്തെയാണ് ഹാമാൻ കൊല്ലാൻ ഭാവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ രാജാവ് കടുത്ത കോപത്തിലായി. അവനെ തോക്കിലേറ്റുവാൻ ഉത്തരവിട്ടു. അങ്ങനെ എസ്തേറിൻ്റെ ധീരതയും ദൈവത്തിലുള്ള വിശ്വാസവും കാരണം ഒരു ജനത മുഴുവൻ വലിയൊരു നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഭയപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ധീരമായി മുന്നോട്ട് പോകാൻ എസ്തേറിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതെ, എസ്തേർ നമുക്ക് നല്ലൊരു മാതൃകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയം എന്താണോ, നിൻ്റെ മുൻപിലുള്ള സഹോദരിമാരും അഭിമുഖീകരിക്കുന്ന വിഷയം എന്തു തന്നെയായിരുന്നാലും നമ്മളെ വിടിവിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു ദൈവം നമ്മുടെ മുൻപാകെയുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ആ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ ഉണർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ദൈവം നമുക്ക് വേണ്ടി യുദ്ധങ്ങൾ നടത്തുകയും നമ്മെ ദൈവം മാനിക്കുകയും ചെയ്യും. ഈ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരട്ടെ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങളെ കൽപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, നിൻ്റെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രാണനെ ആത്മാവിനെ സന്ധിവനികളെയും വെറുടിക്കും വരെ തുളച്ചെല്ലുന്നതാണ്. അതുകൊണ്ട് ഈ വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ.